മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മൗനത്തിന് ഒരിക്കലും സ്ഥാനം കൊടുക്കരുത് എന്ന പക്ഷക്കാരനാണ് ഞാൻ. എന്താണെന്നറിയോ, എപ്പോഴും നമ്മൾ ചലപില സംസാരിച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മളെ ആളുകൾ പെട്ടെന്ന് തിരിച്ചറിയും, അല്ലെങ്കിൽ ഓർത്ത് വെക്കും. ഇന്ന കുട്ടിയല്ലേ, ഇന്ന ആളല്ലേ. നമുക്കറിയാം, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഭയങ്കര ഇങ്ങനെ സംസാരിച്ച് അല്ലെങ്കിൽ ഭയങ്കര എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാവർക്കും നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ലൈഫിലുടനീളം നമ്മൾ അങ്ങനെ ആകണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. പക്ഷേ ചിലയിടത്ത് നമ്മൾ മൗനം പാലിക്കേണ്ടതുണ്ട്. അവിടെ മൗനം പാലിക്കുക തന്നെ വേണം. അവിടെ നമ്മൾ എന്ത് പറയുന്നറിയോ, മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറയും. ബുദ്ധിയുള്ളവർ അവിടെ സംസാരിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് വാസ്തവം. കറക്റ്റ് അല്ലേ? കാരണം പക്ഷേ എങ്കിലും ലൈഫിൽ നമ്മൾ ഏറ്റവും അധികം നമ്മൾ എന്ത് ചെയ്യുക, ലൈഫ് അടിച്ചു പൊളിച്ച് മുന്നേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും മൗനം പാലിക്കാതിരിക്കുക, എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുക. അതായത് ചുമ്മാതെ പുറവർക്കാനല്ല ഞാനീ പറയുന്നത്, എപ്പോഴും ജോളിയായിട്ടിരിക്കുക. ചിലയിടത്തെങ്കിലും നമ്മുടെ ശബ്ദം ഉയരേണ്ടി വരും. അവിടേക്ക് ശബ്ദം ഉയർത്തുക തന്നെ വേണം. ചില അവകാശങ്ങളെ അല്ലെങ്കിൽ അധികാരങ്ങളെ ചോദിച്ചു വാങ്ങേണ്ടി വരും. അവിടേക്ക് ശബ്ദം ഉയർത്താതെ ഈ പറയുന്ന അധികാരങ്ങളോ അവകാശങ്ങളോ ഒന്നും കിട്ടില്ല എന്നുള്ളത് തിരിച്ചറിയണം. അവിടെയൊക്കെ മൗനം പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട അധികാരങ്ങളോ അവകാശങ്ങളും മറ്റാരെങ്കിലും കൊണ്ടുപോകും, അല്ലെങ്കിൽ കിട്ടാനുള്ളത് കിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ വലിയ തെളിവുകളാണ് പലപ്പോഴും നമുക്കറിയാം. ഒരുപാട് ജാഥകളും സമരങ്ങളും ഒക്കെ കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെയാണ് നമ്മളല്ലേ. ഏറ്റവും ഒടുവിൽ നമ്മുടെ ആശമാരുടെ സമരം നമ്മുടെ ട്രിവാൻഡ്രത്ത് നടക്കുവാണ്. ഒന്ന് ആലോചിക്കേ, അവർ അതിനുവേണ്ടി ഇത്രയും നാൾ കഷ്ടപ്പെട്ടിട്ടും അവരുടെ അവകാശങ്ങൾ അവർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ അവരത് വാങ്ങിയിട്ടേ മടങ്ങിയുള്ളൂ എന്ന അതിശക്തമായിട്ടുള്ള ആ തീരുമാനത്തിൽ ഉറച്ചു തന്നെ അവരുടെ മൗനത്തെ അവർ മാറ്റി നിർത്തി അവരിങ്ങനെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തങ്ങളുടെ അവകാശങ്ങൾ തങ്ങൾ നേടിയെടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് വേണ്ടി വരും? ഈ പറയുന്നത് പോലെ നമുക്ക് ചിലയിടത്തെങ്കിലും മൗനം പാലിക്കാതെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ നമ്മൾ ഉറക്കെ സംസാരിക്കേണ്ടി വരും, അല്ലേ? പക്ഷേ ആവശ്യമുള്ളിടത്ത് മൗനം പാലിക്കുകയും ആവശ്യമില്ലാത്തിടത്ത് മൗനം പാലിക്കാതിരിക്കുകയും വേണമെന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് പറയാനുള്ളത്. സോ ഇന്നത്തെ മധുര നാരങ്ങയോട് അവസാനിക്കുകയാണ്. വീണ്ടും നമ്മൾ കേട്ടുമുട്ടും. അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കും അതോടൊപ്പം ഏറെ മനോഹരമായിട്ടുള്ള പാട്ടുകളും ഒക്കെയായി. സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈം. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈമിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ RJ അരുണിനൊപ്പം. റേഡിയോ ലൈം, UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.